ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ ഡാൻസ് ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഓണായിട്ട് എന്ത് തന്നെ ആയാലും ഒരു ഡാൻസ് ട്യൂട്ടോറിയൽ വീഡിയോ, അതായത് ഓണം റിലേറ്റഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും ചെയ്യണില്ലേന്ന്. അപ്പോൾ ആരെ നിരാശപ്പെടുത്തുന്നില്ല, നമ്മളിതാ ഡാൻസ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് പഴയ പാട്ടാണ് കേട്ടോ, എന്നാലും അതിന്റെ പുതുമ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റേജ് ഷോയിനായാലും അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാമിനായാലും ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പാട്ട് ഒരു പ്രത്യേകതരം വൈബ് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറേ പാട്ട് ഞാൻ നോക്കിയതിൽ നിന്നും എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ടാണ് ഇത്. നിറപുഞ്ചിരി എന്ന് പറയുന്ന ഒരു എന്താ ആൽബം സോങ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓണത്തിന് അവര് 4 വർഷം മുമ്പേ ഇറക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഈ പാട്ടൊരു 6 മിനിറ്റോളം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 3.5 മിനിറ്റിലാണ് വെച്ച് നിർത്തിയിരിക്കുന്നത്. ഒരു ചെറിയൊരു പ്രോഗ്രാമിനൊക്കെ അത്രത്തോളം മതിയാകും. 2-3 സ്റ്റൈലിലാണ് ഈ പാട്ട് അവര് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ്, അതായത് ഒരു ഫോക്ക് മോഡലും പിന്നെ സെമി ക്ലാസിക്കൽ മോഡലും തിരുവാതിരയുടെ സ്റ്റെപ്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇത് കൊറിയോഗ്രാഫി ചെയ്ത് ട്യൂട്ടോറിയലായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. ഈ പാട്ടിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി പാടുന്നുണ്ട്. ആ ഭാഗം ഒഴിച്ചിട്ടുള്ള ഭാഗം തുടങ്ങിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ ഭാഗം വരുമ്പോ ആ ഭാഗത്ത് അത്രയും കൈ ഇങ്ങനെ തൊഴുത് പിടിച്ച് നിൽക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഭാഗം മുതൽ അടവാണ്. ആ അടവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തേത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂണാണ്. അപ്പൊ അതിന് നോക്കുക, കൈ ഇങ്ങനെ പിടിക്കുക. 1 2 3 ബാക്കിലേക്ക് കൈ ഇങ്ങനെ തൊഴുത് പിടിച്ചെടുത്തുനിന്ന് 1 2 3 വെച്ചു. 1 2 ചാടി ബാക്കിലേക്ക് കാല് വെച്ച് കറങ്ങി തിരിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരണാണ്. കറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 കൈ പിന്നെ കൈ ഇങ്ങനെ കറക്കി കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, പാട്ടാണ്. ആ പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞത് മലയാളക്കരയാകെ മഴ വീണ ശ്രുതി പാടും എന്ന് തുടങ്ങിയിട്ടുള്ള ആ ലൈനാണ്. അപ്പൊ മലയാളക്കരയാകെ നോക്കാം. നെക്സ്റ്റ് മനസ്സിൽ നിറയും പൊന്നോണം, അങ്ങനെ ഒരു ലൈനാണ് വരുന്നത്. അപ്പൊ 1 2 3 4 1 2 3 ഇത്തിരി സ്പീഡിലാണ്. അപ്പൊ ഇത്രയും. അതാണ് ഫസ്റ്റ് പാട്ടിന്റെ ലിറിക്സ് തുടങ്ങുന്ന ഫസ്റ്റ് ലൈൻ. ഓക്കെ, ലൈൻ വന്നിട്ട് ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുമ്പോൾ എന്നാണ്. അപ്പൊ അത് നോക്കാം എങ്ങനെയാണെന്ന്. ഇതാണ് ഉത്രാടം ഉണരുമ്പോൾ. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുമ്പോൾ. ആ ഭാഗത്ത് അത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. നെക്സ്റ്റ് ഭാഗം ഉറവിൻ നിറവാം കതിരോണം, അതാണ്. അപ്പൊ കൈ ഇങ്ങനെ വെക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് കാല് നീക്കി വെച്ച് ചാടാം. 1 2 1 2 3. ഓക്കെ, ആ ഭാഗം അത്രയേ ഉള്ളൂ. ഇത് നോക്കാം. നിറവാർന്നൊരു നറുപുഞ്ചിരി നിറപറയും നിറദീപവും എന്നാണ് ആ ലൈൻ വരുന്നത്. അപ്പൊ ആ ഭാഗത്ത് എന്താന്ന് നോക്കാം. ഓക്കെ, ഇത് മതി കേട്ടോ. അപ്പൊ നോക്കാം. നിറവാർന്നൊരു നറുപുഞ്ചിരി നിറപറയും നിറദീപവും. ഓക്കെ, ആ ഭാഗം. അടുത്തത് കനവിൽ നിറയും പൊന്നോണം എന്നാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് നിന്നത് ഇങ്ങനെ കാല് വെച്ചിട്ടാ. എന്നിട്ട് അവിടുന്ന്
കനവിൽ നിറയും പൊന്നോണം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ ഒന്ന് നോക്കാം. കനവിൽ നിറയും പൊന്നോണം. ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കാം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടുമ്പോൾ. നോക്കാം അതെങ്ങനെയാണ്. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടുമ്പോൾ. ഓക്കെ, അടുത്തത് ഒരു സ്വരത്തിന്റെ ഭാഗമാണ്. അതെങ്ങനെയാണ് നോക്കാം. ഒന്നുകിൽ കൈ ഇങ്ങനെ പിടിച്ച് ചാടാം. ഞാനിപ്പോ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെച്ചിട്ടാണ് ചാടുന്നത് കേട്ടോ. 1 2 3 4. ഇതാണ് ആ സ്വരത്തിന്റെ ഭാഗത്ത് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇങ്ങനെ കറക്കം കഴിഞ്ഞ് വന്നാൽ കുറച്ച് ഭാഗവും കൂടെ ഉണ്ട്. അവിടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കറങ്ങി വന്നു കഴിഞ്ഞാൽ 1 2 എന്ന് പറഞ്ഞ് രണ്ട്, അതായത് തട്ടടവില് തെയ്യ അടവില്ലേ, അത് രണ്ടെണ്ണം ചവിട്ടി അവിടെ നിൽക്കാം. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 ഇങ്ങനെയാണ് ആ ഭാഗം അവസാനിപ്പിക്കുക. വീണ്ടും വരുന്നത് മലയാളക്കരയാകെ അത് റിപ്പീറ്റ് ചെയ്യാണ്. അത് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ അടുത്ത മലയാളക്കരയാകെ നോക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ. ഓക്കെ, ഇനി ഉത്രാടം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുമ്പോൾ എന്നാണ്. അപ്പൊ അതിന്റെ നോക്കാം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉണരുമ്പോൾ 1 2 3 4 1 2 3 4. ഓക്കെ, ആ ഭാഗം അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഭാഗം വരുന്നത് വീണ്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. അപ്പൊ അതിന് 1 ഇരിക്കുക, 2 ഇങ്ങനെ വെച്ചിട്ട് 1 2 3 കൊടുക്കാം. ഓക്കെ, 1 2 1 2 3. വീണ്ടും ഭാഗം 1 2 1 2 3 1 2 1 2 3 ആണ്. ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ചെയ്യാം. 1 2 1 2 3 1 2 1 2 3. ഓക്കെ ഓക്കെ, വീണ്ടും അടുത്തത് അടവാണ്. നോക്കാം. 1 2 1 2 1 2 3. ഓക്കെ, ഒന്നുകൂടെ. ഇതാണ് അവിടെ ചെയ്യാനുള്ളത്. ഒന്നും കൂടെ. 1 2 1 2 1 2 3. ഓക്കെ, അടുത്ത ഭാഗം ഒരു ട്യൂൺ വരുന്നുണ്ട്. ആ ഭാഗത്ത് ചെയ്യാനുള്ളത് 1 2 1 2. ഓക്കെ, 1 2 1 2 ചെയ്യുക. എന്നിട്ട് ഈ 2 വെച്ച കാല് ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് നെക്സ്റ്റ് നടക്കുക ഫ്രണ്ടിലോട്ട്. 1 2 3 4. ഓക്കെ, എന്നിട്ട് അവിടെ 4 വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കഴുത്ത് അനക്കിയിട്ട് അങ്ങോട്ട് നോക്കാം. അത്ര. അടുത്തത് തുമ്പപ്പൂ ചോലകളും മുക്കുറ്റിക്കാടുകളും നോക്കാം. തുമ്പപ്പൂ ചോലകളും മുക്കുറ്റിക്കാടുകളും പൂവിളിയാൽ ഉണരുന്നൊരു ഉത്സവ നാള്. അപ്പൊ കാടുകളും പൂവിളിയാൽ ഉണരുന്നൊരു ഉത്സവ നാള്. അടുത്തത് പൂവിളിയാൽ ഉയരുന്നൊരു ഉത്സവ നാളാണ് നമുക്ക് ചെയ്യേണ്ടത്. പൂവിളിയ ഉണരുന്നൊരു നമ്മള് ഇങ്ങനെ കാണിച്ചു. ഉണരുന്നൊരു ഉത്സവ. ഓക്കെ, ഓടി നോക്കാം. ഒന്നും കൂടെ.
തുമ്പപ്പൂച്ചോലകളും മുക്കുറ്റിക്കാടുകൾ ഉണരുന്നൊരു തിരുവാതിരയായി തിരനോട്ടവുമായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈനാണ് വരുന്നത്. അതിൽ നോക്കാം എങ്ങനെയാണെന്ന്. തിരുവാതിരയുടെ സ്റ്റെപ്പ് എടുക്കുക, നോക്കാം. ഓക്കെ, അടുത്ത ഭാഗത്ത് വരുന്നത് വള്ളം കളിയായി പൊന്നോണം പാട്ടുമായി എന്നാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ചെയ്യാം. 1 2 3 4 പൊന്നോണം പാട്ടുമായി. ഈ ഭാഗത്ത് അത്രയാണ്. ട്ടം പത്താകും തിരുനാൾ തിരുനാള്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആ ഭാഗത്ത് പൊന്നാനപ്പാറമേൽ കുടമാറ്റം കാണും നാട്, അങ്ങനെ എന്തോ ഒരു ലൈനാണ് വരുന്നത്. അപ്പൊ അതിന് നോക്കാം. നോക്കാം 1 2 3 4 1 2 3 4. ഓക്കെ, പുലിയായി നരിയായി എന്നുള്ള ആ ലൈനാണ് വരുന്നത്. അപ്പൊ അവിടെ ദേഷ്യാണ്. ഇങ്ങനെ ചെയ്ത അവിടെ ഒരു സ്വരം വരുന്ന ഭാഗമുണ്ട്, ഗമപനിസാന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുലിയായി നരിയ ആ ഭാഗത്ത് ഇത്രയും ചെയ്ത് അങ്ങോട്ട് അവസാനിപ്പിക്കുക. ഓക്കെ, വളരെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡാൻസ് ട്യൂട്ടോറിയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.